അയ്യപ്പസ്വാമി എന്റെ ആശ്രയമേ, അയ്യപ്പസ്വാമി എന്റെ ആശ്രയമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ലൈസാമ. കോട്ടയം ജില്ലയിലെ നെടുകുന്ന് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനായിട്ട് വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കിണർ കുഴിക്കണമായിരുന്നു. ഞങ്ങളുടെ അവിടെ വെള്ളം ഒട്ടും കിട്ടാത്തൊരു മലമ്പ്രദേശമാണ്. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ കിണർ കുഴിക്കണ്ട, വെറുതെ വല്ല പൈപ്പ് വെള്ളം എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആഗ്രഹം നല്ല വെള്ളം വേണമല്ലോ, കിണറ്റിൽ നിന്നുള്ള വെള്ളം വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരു ആശാരിയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അയാൾ മാലയിലൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇന്നടുത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ കുഴിച്ചു. പക്ഷേ അവിടെ ഭയങ്കര പാറയായിരുന്നു. അപ്പം നമുക്കത് ഭയങ്കരമായ വിഷമം തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ അയ്യമ്മസമ്മയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ച് തരട്ടെ. അപ്പോൾ പറഞ്ഞാൽ നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് പ്രശാന്തച്ചനെ കണ്ടു. പ്രശാന്തച്ചനോട് പറഞ്ഞു, എനിക്ക് കിണർ കുടിക്കുന്നുണ്ട്, കിണർ കുടിക്കണം, വെള്ളം മറ്റു കിണർ കുഴിച്ചു, അവിടെ വെള്ളമില്ല, അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. അച്ഛനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛനെ ഉപ്പും എണ്ണയും ഒക്കെ വ്യഞ്ചരിച്ച് തന്നു. ഞാൻ പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു നിത്യാരാധന സെൻ്ററിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ അവിടെ പോയിരുന്ന 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവമേ വെള്ളം തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ നേർച്ചകളൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് ഒരു വേറെ കുറച്ചും കൂടെ മാറി കിണർ കുഴിച്ചു. അവിടെ ഒരു 3 കോല് താന്നപ്പോഴത്തേക്കിനും ഇഷ്ടംപോലെ വെള്ളം വന്നു. അപ്പം അതൊരു ഭയങ്കര അത്ഭുതമായി. കാരണം അവിടെ ഒരിക്കലും വെള്ളം കിട്ടുന്നൊരു സ്ഥലമേ അല്ല. അപ്പം ഈ 3 കോലിന് താഴെ എന്ന് പറയുമ്പോൾ അത് ആർക്കും ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവർ പറഞ്ഞു, ചേച്ചി ഇതെങ്ങനെ എന്തൊരു അത്ഭുതമാണ് ഇവിടെ നടന്നത്, ഇത് ഒരിക്കലും ഇവിടെ ഇതിങ്ങനെയൊന്നും വെള്ളം കിട്ടുന്ന സ്ഥലമല്ല. ഈ കിണർ പിന്നെ താഴോട്ട് തോറും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം അവർക്ക് താക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞങ്ങൾ ഭയങ്കര മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ കിണർ ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെയുള്ളവരെല്ലാവർക്കും ഒരു അത്ഭുതം. കർത്താവ് ഇത്രമാത്രം അനുഗ്രഹിച്ച് തന്ന അനുഗ്രഹത്തിന് എത്ര നന്ദി പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ മോള് ഇപ്പം MCAക്ക് പഠിക്കുന്നു. BCAക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര പാടാമേ, ഞാൻ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് തോറ്റു പോകുന്നൊക്കെ അവൾ പറയും. ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനിവിടെ വന്ന് തപസ്ധ്യാനത്തിന് വരികയും അതുപോലെ തന്നെ രാത്രി ആരാധനയ്ക്കും അഖണ്ഡ ജപമാലയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ജപമാല റാലിയിലുമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഏത് ആവശ്യം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അപ്പം മോൾ അതുപോലെ തന്നെ BCAക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ MCAക്ക് പഠിക്കുന്നു. MCAയുടെ 2-3 സെമസ്റ്ററിൽ അവളുടെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അയ്യമ്മസമ്മ വഴി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എല്ലാവരും ഞങ്ങൾ ഒരു വർഷത്തിലൊന്നെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹത്തിന് അയ്യമ്മസമ്മയുടെ 1000 വരുന്ന 1000 നന്ദി പറയുന്നു. നിങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ അനുഗ്രഹം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്തതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.